ഇന്ന് ഉച്ചക്കലത്തേക്ക് കരിമീൻ വറുക്കാൻ എടുക്കാമെന്ന് കരുതി. അപ്പം ഞാനെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. എൻ്റെ മീൻ ഫ്രൈ കഴിക്കുന്നവർ ചോദിക്കാറുണ്ട് എന്ത് മസാലയാണ് ചേർക്കുന്നത്. ശരിക്കും ഒരു മസാലയും ചേർക്കാറില്ല. കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കാറുള്ളൂ. പിന്നെ മാരിനേറ്റ് ചെയ്തിട്ട് 5 മിനിറ്റ് വെക്കാറുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് എനിക്കറിയില്ല. കരിമീൻ മസാലയൊക്കെ പുരട്ടി ഒന്ന് മാറ്റി വെച്ചിട്ട് അപ്പോഴത്തേക്ക് മീൻ കറി വെക്കാമെന്ന് കരുതി. മത്തിയാണ് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അത് തേങ്ങ അരച്ച് മാങ്ങ കേട്ടുള്ള കറി വെക്കാമെന്ന് കരുതി. ഈ മീൻ കറിയിൽ മാങ്ങ കഴിക്കാൻ ഒരു പ്രത്യേക രുചി തന്നെ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ തേങ്ങ അരച്ച് മാങ്ങക്കറിയൊക്കെ വെക്കുന്നത്? അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയപ്പോഴത്തേക്ക് ഞാൻ ആ കരിമീൻ ഒന്ന് പൊള്ളിക്കാന്ന് കരുതി. കരിമീനും കൂടെ ഫ്രൈ പാനിലേക്ക് ഒന്ന് വെക്കുന്നുണ്ട്. ഇന്ന് പച്ചക്കറി ഐറ്റം ഒന്നും ഇല്ല കേട്ടോ. ഒരു മോരും കൂടെ കാച്ചാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ട്. അപ്പോഴത്തേക്കും മീൻ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ചാറ് ഒരുപാട് വെക്കുന്നില്ല, കാരണം മോരുകറി ഉണ്ടല്ലോ. മോരുകറി ഉണ്ടായതുകൊണ്ട് മീൻ ചാറ് അധികം വെക്കില്ല. പിന്നെ ഇവിടെ പുളിശ്ശേരിയും മോരുകറിയും എന്നും ഉണ്ടെങ്കിൽ തന്നെ ആർക്കും ഒരു പ്രശ്നമില്ല, കാരണം അത്രയ്ക്ക് ഒത്തൊരുമയാണ് ആ ഒരു കാര്യത്തിൽ മാത്രം. എന്നും മോരുകറിയും പുളിശ്ശേരിയും ഉണ്ടെങ്കിൽ അതിൽ പല സന്തോഷം വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ 2-3 ദിവസത്തേക്ക് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് മീൻ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം തീയൊക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ആ മോരുകറിയും കൂടെ ഒന്ന് കാച്ചെടുക്കണം. അപ്പം ഞാൻ കടുകൊക്കെ താളിച്ചതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് 5 മിനിറ്റ് ചെറു തീ വെച്ച് ചൂടാക്കിയാൽ മാത്രം മതി. അപ്പോഴേക്കും മോരുകറി റെഡി ആവും. ഇനിയും ചെറിയ ചെറിയ ഉച്ചവിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാമേ.